ഇത് ജിബൂട്ടി സിറ്റി. ജിബൂട്ടി എന്ന ദരിദ്ര രാജ്യത്തിന്റെ തലസ്ഥാന നഗരം. ചൈനയിൽ നിന്നും മറ്റും ഇറക്കുമതി ചെയ്ത തുണിത്തരങ്ങൾ വഴിയോരത്ത് നിരത്തിവെച്ചു വിൽക്കുന്നു. ഇത് ഹസൻ. ഇന്ന് ഉച്ചകഴിഞ്ഞ നേരത്ത് എന്നെ നഗരക്കാഴ്ചകളിലേക്ക് കൊണ്ടുവന്നത് ഹസനാണ്. ഈ പട്ടണത്തിൽ ജീവിക്കുന്നയാളാണ്. നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുകയും ചെയ്യും. ഇതിലൂടെയൊന്നും ഒറ്റയ്ക്ക് ക്യാമറയുമായി നടക്കുന്നത് അത്ര പന്തിയല്ല എന്ന് എന്റെ സുഹൃത്ത് സുരേഷ് നേരത്തെ മുന്നറിയിപ്പ് തന്നിരുന്നു. അതിനാലാണ് ഹസനെ കൂടെ കൂട്ടിയത്. ഓരോ തെരുവിലെയും കഥകൾ പറഞ്ഞു തരുന്നതിനൊപ്പം ആളുകളുടെ ശകാരത്തിൽ നിന്നും എന്നെ രക്ഷിച്ചുകൊണ്ട് നടക്കുകയാണ് ഹസൻ. വൃത്തിയും ഭംഗിയുമില്ലാത്ത തെരുവുകളിലൂടെ നടക്കുകയാണ്. പാതകൾ അടിച്ചുവാരിയിട്ട് എത്രയോ നാളുകളായെന്ന് തോന്നും. ഉന്തുവണ്ടിയിൽ ബ്രെഡുമായി പോകുന്നു ഒരു കച്ചവടക്കാരൻ. ആ ബ്രെഡാണ് ഇവിടുത്തെ പ്രധാന ഭക്ഷണം. ഫ്രൂം എന്നാണ് ഇതിവിടെ അറിയപ്പെടുന്നത്. ഒരു ഫ്രൂമിന് നമ്മുടെ 10 രൂപയാണ് വില. ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റാണ് തെരുവിന്റെ ഇരുഭാഗത്തും. ഇവിടെ കിട്ടുന്ന മോഡേൺ വസ്തുക്കളെല്ലാം ചൈനയിൽ നിന്നും എത്തുന്നതാണ്. ആഫ്രിക്കയിലെ ഇത്തരം ആയിരക്കണക്കിന് പട്ടണങ്ങളിലേക്ക് എന്തുമാത്രം ചൈനീസ് ഉൽപ്പന്നങ്ങളാണ് വന്നു ചേരുന്നതെന്ന് ചിന്തിക്കുക. ഇടത്തെരുവുകളെല്ലാം വൃത്തിഹീനമാണ്. ആസൂത്രണ തികവോടെ ഫ്രഞ്ചുകാർ നിർമ്മിച്ച തെരുവുകളെല്ലാം ഇന്ന് അഴുക്കുവെള്ളം കെട്ടിക്കിടക്കുന്ന വഴികളായിരിക്കുന്നു. വീടുകൾ, ചെറുകിട കച്ചവട സ്ഥാപനങ്ങൾ, ബാർബർ ഷോപ്പ്, റെസ്റ്റോറന്റ് എന്നിവയെല്ലാം ഉണ്ട് വഴിയോരത്ത്. ഒന്നിനുമില്ല വൃത്തിയും ഭംഗിയും അടുക്കും ചിട്ടയും. നേർരേഖ പോലെ ഒരുക്കിയ തെരുവുകളുടെ ഇന്നത്തെ അവസ്ഥ ഇതാണ്. ഫ്രഞ്ചുകാർ കല്ലുപാകി സുന്ദരമാക്കിയിട്ടിരുന്ന വഴികളാണ്. ആ കല്ലുകളെല്ലാം ആരെല്ലാമോ ഇളക്കിക്കൊണ്ടുപോയിരിക്കുന്നു. തെരുവിൽ ജീവിതമുണ്ട്. ചെറുകച്ചവടക്കാർ, സ്ത്രീകൾ. ഇന്ന് അവധി ദിനമായതിനാലാവാം കുട്ടികളുടെ സംഘങ്ങൾ തെരുവിൽ കളിച്ചു തിമിർക്കുന്നു. ചിലർക്ക് എന്റെ ക്യാമറ കൗതുകമാണ്. മറ്റു ചിലർ വന്ന് പിന്നിൽ നിന്ന് തോണ്ടുകയും പിടിച്ചുവലിക്കുകയും ചെയ്യുന്നുണ്ട്. സാമ്പത്തിക അവസ്ഥയിൽ എന്ന പോലെ വിദ്യാഭ്യാസ കാര്യത്തിലും വളരെ പിന്നോക്കം നിൽക്കുന്ന നാടാണ് ജിബൂട്ടി. മുകൾ നിലയിൽ നിന്ന് ഒന്നെത്തി നോക്കി ജനാലകൾ അടയ്ക്കുന്നു പലരും. തെരുവിലെ ചില ചായക്കടകൾ ഇന്ന് അടഞ്ഞുകിടക്കുകയാണ്. വഴിയിലെ സൗഹൃദങ്ങൾ. മുന്നിൽ ഒറ്റ മിനാരത്തോടു കൂടിയ ഒരു മോസ്ക് കാണാം. അൽ സദാ മോസ്ക്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ നിർമ്മിച്ച മോസ്കാണ്. ഒരേ സമയം 1500 പേർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് അൽ സദാ മോസ്കിൽ. വലിയ പ്രൗഢിയൊന്നുമില്ല. അബ്ബാസിഡ് ശൈലിയിലാണ് നിർമ്മാണം. വലിയ പാരമ്പര്യമുള്ള പള്ളിയാണ്. ഒരു മതപഠനശാലയും മറ്റുമുണ്ട് അതോടനുബന്ധിച്ച്. മസ്ജിദ് തയ്യിബി എന്നാണ് പ്രാദേശികമായി അൽ സദാ മോസ്ക് അറിയപ്പെടുന്നതെന്നാണ് ഹസൻ പറയുന്നത്. തെരുവുകളിലൂടെ ഞാൻ വീണ്ടും നടന്നു. പല മിനിസ്ട്രികളുടെയും കാര്യാലയങ്ങൾ ഈ ഭാഗത്തുണ്ട്. അതിലൊന്ന് ഇതാണ്. ജിബൂട്ടിയുടെ ആരോഗ്യ മന്ത്രാലയമാണിത്. ലാവാക്കല്ലുകൊണ്ട് പണിത ഒരു കെട്ടിടം. ഒരു ഗ്രാഫ് പേപ്പറിലെ വരകൾ പോലെ വളരെ ആസൂത്രിതമായാണ് ഫ്രഞ്ചുകാർ പട്ടണത്തിൽ സ്ട്രീറ്റുകളും അവന്യൂകളും ഒരുക്കിയിരിക്കുന്നത്. പ്രതാപകാലത്ത് യൂറോപ്പിലെ പട്ടണങ്ങളോട് കിടപിടിക്കുന്നത് തന്നെയായിരുന്നിരിക്കാം ജിബൂട്ടി സിറ്റി. വൈകുന്നേരം വെടിവട്ടവുമായി കൂടിയിരിക്കുന്ന ചെറുപ്പക്കാർ തെരുവോരത്ത്. പഴയകാലത്തെ മന്ദിരങ്ങളുടെ ഇന്നത്തെ അവസ്ഥ കാണുക. മുറ്റത്തിട്ട കസേരകളിൽ ചർച്ചകളിൽ ഏർപ്പെട്ട് ആളുകൾ അങ്ങനെയിരിക്കുന്നു. ബുന്ന എന്ന എത്യോപ്യൻ കാപ്പിയും കുടിച്ച് എത്ര നേരം വേണമെങ്കിലും ഇവർ ഇവിടെ ഇങ്ങനെയിരിക്കും. തെരുവുകൾക്കെല്ലാം ലോകനഗരങ്ങളുടെ പേരുകളാണ്. മോസ്കോ, റോം, ബേൺ, പാരീസ് എന്നിങ്ങനെ പല പേരുകൾ.
ഫ്രഞ്ചുകാരുടെ സംഭാവനയാണത്. ഞാൻ വീണ്ടും നടന്ന് പ്ലേസ് ഡി മെനലിക്കിലേക്കെത്തി. സ്ക്വയറിന്റെ ഓരങ്ങളിൽ ഏറെ ചരിത്രമുള്ള കെട്ടിടങ്ങളാണുള്ളത്. പക്ഷേ അതൊന്നും കാര്യമായി സംരക്ഷിക്കപ്പെടുന്നില്ല. ലാ ഷോമിയർ എന്നൊരു റെസ്റ്റോറന്റാണ് ഇപ്പോൾ ഈ കൽക്കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. 2014 മെയ് 25 കെട്ടിടത്തിന്റെ തിണ്ണയിൽ വലിയൊരു സ്ഫോടനം നടന്നിരുന്നു. 2 പേർ തൽക്ഷണം മരിച്ചു. 10 പേർക്ക് പരിക്കേറ്റു. മിക്കവരും വിദേശികളായിരുന്നു. 2014 തീവ്രവാദികൾ ജിബൂട്ടിയിലേക്ക് ലോക ശ്രദ്ധയാകർഷിച്ച സംഭവമായിരുന്നു അത്. അതിനടുത്തു തന്നെയാണ് ഇവിടുത്തെ പ്രശസ്തമായ പഴയ കോണ്ടിനെന്റൽ ഹോട്ടൽ. 1940കളിലും 50കളിലും പ്രൗഢിയോടെ നിലനിന്നിരുന്ന ഇത്തരം മിക്ക കെട്ടിടങ്ങളും ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. ഫ്രഞ്ച് കാലത്ത് ഇതായിരുന്നു ജിബൂട്ടിയുടെ സിരാകേന്ദ്രം. ഒരു കാലത്ത് ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരുമൊക്കെ സായന്തനങ്ങളിൽ ഒത്തുകൂടി കാപ്പി കുടിച്ചിരുന്നിരുന്ന തിണ്ണകളാണിത്. എൽ ഹിസ്റ്ററി എന്നൊരു റെസ്റ്റോറന്റ് ഉണ്ട് ഇവിടെ. ഇതുമൊരു ഫ്രഞ്ച് റെസ്റ്റോറന്റാണ്. വലിയ ചരിത്രവും പാരമ്പര്യവുമുള്ളവയാണ് ഇവയോരോന്നും. അവിടെ വെച്ച് ഞാനും ഹസനും പിരിഞ്ഞു. സുരേഷുമൊത്ത് ഞാൻ ഇനി നഗരത്തിന് പുറത്തുള്ള ചില കാഴ്ചകളിലേക്കാണ് പോകുന്നത്. കല്ലുകൊണ്ട് പടുത്ത കെട്ടിടങ്ങൾ, ഇവിടുത്തെ പരമ്പരാഗത കെട്ടിട നിർമ്മാണ ശൈലി. ഏതാണ്ട് 3 മണിക്കൂറാണ് ഹസൻ എന്നോടൊപ്പം ഈ പട്ടണത്തിൽ ചുറ്റി നടന്നത്. സുരേഷ് 1000 ഫ്രാങ്ക് നൽകിയപ്പോൾ ആ പാവത്തിന് വലിയ സന്തോഷമായിരുന്നു. ഇക്കാണുന്നത് ഇവിടുത്തെ നാഷണൽ അസംബ്ലി ബിൽഡിംഗ് ആണ്. ജിബൂട്ടിയുടെ നിയമനിർമ്മാണ സഭ മേളിക്കുന്ന ഇടം. ഒറ്റ സഭയുള്ള പാർലമെന്റാണ് ജിബൂട്ടിയുടേത്. അതിൽ തെരഞ്ഞെടുക്കപ്പെട്ട 65 അംഗങ്ങളാണ് ഉണ്ടാവുക. അസംബ്ലി മന്ദിരം പിന്നിടുന്നതോടെ ജിബൂട്ടി കത്തീഡ്രലിന് മുന്നിലേക്കെത്തുന്നു. അവർ ലേഡി ഓഫ് ദ ഗുഡ് ഷെപ്പേർഡ് കത്തീഡ്രൽ. ഫ്രഞ്ചുകാരുടെ കാലത്ത് 1960കളിൽ പണിത വലിയൊരു കത്തോലിക്ക പള്ളി. പല മന്ത്രാലയങ്ങൾ, യുഎന്റെ കാര്യാലയങ്ങൾ തുടങ്ങിയവയൊക്കെ പിന്നിട്ടാണ് യാത്ര. ഇടതുവശത്ത് ഇക്കാണുന്നത് പഴയ റെയിൽവേ സ്റ്റേഷനാണ്. ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല. ജിബൂട്ടിയുടെ കേന്ദ്ര റെയിൽവേ സ്റ്റേഷനായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അവിടെ നിന്നും കുറച്ചുകൂടി ചെല്ലുമ്പോൾ ക്രൂവ ദെ ലൊറൈൻ എന്ന ഒരു സർക്കിളിനരികിലേക്കെത്തുന്നു. ഫ്രഞ്ചുകാർ സ്ഥാപിച്ച ഒരു സ്മാരകമാണ് മധ്യത്തിൽ. കുറച്ചു ദൂരം കൂടി പിന്നിട്ട് ഇപ്പോൾ ജിബൂട്ടി സിറ്റിയുടെ വടക്കേ മുനമ്പിലേക്ക് എത്തിയിരിക്കുന്നു. കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഭാഗം. ഹെറോൺ ബീച്ച് എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. ഞാൻ ബീച്ചിലേക്കിറങ്ങി. തീരത്ത് അക്കാണുന്നത് ജിബൂട്ടി പാലസ് കെമ്പിൻസ്കി ഹോട്ടലാണ്. ജിബൂട്ടിയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ 5 സ്റ്റാർ ഹോട്ടൽ ഇതാണ്. സുഹൃത്തുക്കളായ റെജി അബ്രഹാമും സുരേഷുമെല്ലാം ചേർന്ന് ഇവിടെയായിരുന്നു എനിക്ക് താമസത്തിന് മുറി ബുക്ക് ചെയ്തിരുന്നത്. അതൊഴിവാക്കി ഒരു സാധാരണ ഹോട്ടൽ മതിയെന്ന് ഞാൻ ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് നഗരഹൃദയത്തിലെ ക്യാപിറ്റൽ ഹോട്ടലിലേക്ക് മാറിയത്. മനോഹരമായ മണൽത്തീരമാണ് ഹെറോൺ ബീച്ച്. വൈകുന്നേരം മണലിൽ നടക്കാനും കളിക്കാനുമൊക്കെ വന്നവരെ അവിടെ കാണാം. അങ്ങകലെ കാണുന്നത് പോർട്ട് ഏരിയയാണ്. കടലിലേക്ക് തള്ളി നിൽക്കുന്ന മുനമ്പ് പോലൊരു ഭാഗത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പുറം കാണുന്നതാണ് തുറമുഖം. അവിടെയും ചരക്ക് കപ്പലുകളും മറ്റും അടുക്കുന്നുണ്ടെങ്കിലും താരതമ്യേന തിരക്ക് കുറവാണ്. ഇവിടെ നിന്നും കുറച്ചകലെയായാണ് മൾട്ടിപർപ്പസ് പോർട്ട്. ബീച്ചിൽ മോഡേൺ ഭാവങ്ങളോടെ യുവാക്കളും യുവതികളും കളിച്ചു നടക്കുന്നു. ചിലർ കടലിൽ നീന്തുന്നു. സായന്തനത്തിൽ ജിബൂട്ടിക്ക് മറ്റൊരു നിറവും ഭാവവുമാണ്. അതിമനോഹരമായ കടൽ തീരവും പവിഴദ്വീപുകളും സ്വന്തമായുള്ള രാജ്യമാണ് ജിബൂട്ടി. ടൂറിസത്തിൽ വലിയ സാധ്യതകളുള്ള രാജ്യം. ഒരു വശത്ത് യുവാക്കളുടെ ഒരു സംഘം ബീച്ച് വോളി കളിക്കുന്നു. ഒറ്റപ്പെട്ട ഒരു കോണിൽ മൊബൈൽ ഫോണിലൂടെ സല്ലാപത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു ഒരാൾ.
വേലിയിറക്കത്തിൽ അടിത്തട്ട് തെളിഞ്ഞ തീരഭാഗമാണ്. ചെറിയ സംഘങ്ങൾ അങ്ങിങ്ങ് കൂടി നിൽക്കുന്നു. അങ്ങകലെ പോർട്ട്. ഹെറോൺ ബീച്ചിൽ നിന്ന് പോർട്ട് ഏരിയയിലേക്ക് ഞങ്ങൾ യാത്ര തുടർന്നു. സൂര്യൻ ചക്രവാളത്തിൽ മറയുന്നു. ഇനി ഇരുട്ടിന്റെ വലിയ കരിമ്പടം ജിബൂട്ടി എന്ന ഈ ആഫ്രിക്കൻ രാജ്യത്തിനു മേലെ പടരാൻ പോവുകയാണ്. സുന്ദരമായ ഒരു അസ്തമന കാഴ്ച. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ചെങ്കടൽ തീരത്തെ ഏറ്റവും പ്രാധാന്യമാർന്നതും പുരാതനവുമായ തുറമുഖമാണ് ജിബൂട്ടിയിലേത്. ബജറ്റ് ട്രാവലേഴ്സിനും ആദ്യമായി വിദേശ ടൂറിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാൻ ഇതാ സുവർണാവസരം. സഞ്ചാരം ഒരുക്കുന്ന തായ്ലൻഡ് ടൂർ. ബാങ്കോക്ക്, പട്ടയ, ടൈഗർ സൂ, കോറൽ ഐലൻഡ്, നൂങ് നൂച്ച് ഗാർഡൻസ്, മറൈൻ പാർക്ക്, സഫാരി വേൾഡ്, പുരാതന സിയം പട്ടണം, ഇന്ദിര മാർക്കറ്റ് തുടങ്ങിയ ഡെസ്റ്റിനേഷനുകൾ, പ്രശസ്തമായ അൽകാസർ ഷോ, ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, ബീച്ച് വിനോദങ്ങൾ, ബോട്ട് റൈഡ്, സ്പീഡ് ബോട്ട് യാത്ര എന്നിവയെല്ലാം ആസ്വദിക്കാം. ഫുഡ് സ്ട്രീറ്റുകളും നൈറ്റ് മാർക്കറ്റുകളും സന്ദർശിക്കാം. ത്രില്ലിംഗ് തായ്ലൻഡ്. തായ്ലൻഡിൽ 4 പകലും 3 രാത്രിയും. ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും സന്ദർശിക്കുക sanjaram.com. ഫോൺ 7591966600. ഇപ്പോൾ ഒരു ഫിഷിംഗ് ഹാർബറിലേക്കാണ് എത്തിയിരിക്കുന്നത്. മീൻപിടുത്ത ബോട്ടുകൾ നിരന്നു കിടക്കുന്നു. തീരത്തുനിന്നും ഏറെ അകലേക്ക് മീൻപിടുത്തത്തിന് പോകുന്നവയാകില്ല. സമ്പന്നർ ഗെയിം ഫിഷിങ്ങിനായി പോകുന്ന ചില ബോട്ടുകളും ഇവിടെ കിടപ്പുണ്ട്. അത് ജിബൂട്ടിക്കാരുടേതായിരിക്കില്ല. ഇവിടുത്തെ മലയാളികൾ ഈ തീരത്ത് വന്നിട്ടാണ് മീൻ വാങ്ങാറുള്ളത്. പഴയ ഫ്രീസറുകളും ഫ്രിഡ്ജുകളും പാതയോരത്ത് കാണാം. ഇതാണ് ജിബൂട്ടിയുടെ പ്രധാനപ്പെട്ട ഫിഷിംഗ് ഹാർബർ. അതിന്റെ കാഴ്ചകളിലൂടെ ഒന്ന് ചുറ്റി നടന്നു. ഈ നേരത്ത് ഹാർബർ പൊതുവെ നിർജീവമാണ്. രാവിലെയാണ് ഇവിടെ തിരക്കുണ്ടാവുക. 3500 വർഷം മുൻപ് തന്നെ ജിബൂട്ടി പ്രമുഖമായൊരു തുറമുഖമായിരുന്നെന്നാണ് ചരിത്രം. കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഭാഗത്ത് കുറെ റെസ്റ്റോറന്റുകളുണ്ട്. രാത്രിയിൽ ആഘോഷ കേന്ദ്രങ്ങളായി മാറും അതെല്ലാം. നേരം ഇരുളുന്നതോടെ നഗരത്തിന് മറ്റൊരു ഭാവം കൈവരുന്നു. ഇരുളിൽ കുറെ ഭാഗങ്ങൾ മറഞ്ഞു പോകുന്നതുകൊണ്ടുകൂടിയാണത്. ഞങ്ങൾ വീണ്ടും മെനലിക് സ്ക്വയറിലേക്ക് പോവുകയാണ്. ഈ ഭാഗത്ത് ഫ്രഞ്ച് ഭരണകാലത്തെ കെട്ടിടങ്ങളെല്ലാം ഏതാണ്ട് ഒരു ഭംഗിയോടെയും പ്രൗഢിയോടെയും നിലനിൽക്കുന്നത് കാണാം. ഇടയ്ക്ക് മോസ്കുകളുടെ മിനാരങ്ങൾ, ജിബൂട്ടിയുടെ തനതു ശൈലിയിലുള്ള കെട്ടിടങ്ങൾ. പകൽ നേരത്ത് ഞാൻ പാതകളിൽ കണ്ടിരുന്ന വൃത്തികേടുകളൊന്നും ഇപ്പോൾ ഇരുളിൽ ദൃശ്യമല്ല. അതുകൊണ്ട് തന്നെ രാത്രിയിൽ സുന്ദരമായൊരു ചരിത്ര നഗരത്തിന്റെ ഭാവമാണ് ജിബൂട്ടി സിറ്റിയുടെ ഡൗൺ ടൗണിന്. വീണ്ടും മെനലിക് സ്ക്വയറിലേക്ക് എത്തിയിരിക്കുന്നു. സുരേഷ് കാർ പാർക്ക് ചെയ്യാൻ പോയി. ഉച്ചയ്ക്ക് ഞാൻ സന്ദർശിച്ച കരകൗശലമേള ഇപ്പോഴും സജീവമാണ്. ധാരാളം ആളുകൾ, നാട്ടുകാരാണ്. ജിബൂട്ടി സിറ്റിയിലെ പരിഷ്കാരി പെണ്ണുങ്ങൾ ഷോപ്പിങ്ങിനിറങ്ങുന്ന നേരമാകാം. തങ്ങളുടെ നാടിന്റെ ഉൾഗ്രാമങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന തനതുൽപ്പന്നങ്ങൾ അവർ വാങ്ങുന്നു. നല്ല കാറ്റടിക്കുന്നുണ്ട്. തണുപ്പ് കാലത്ത് സന്ധ്യയാവുന്നതോടെ നല്ല തണുത്ത കാറ്റടിക്കും. വേനൽക്കാലത്തും കാറ്റുണ്ടാവും. ചൂട് കാറ്റായിരിക്കും അത്. പാരമ്പര്യ വസ്ത്രം ധരിച്ച സ്ത്രീകൾ അങ്ങിങ്ങ് കൂടി നിൽക്കുന്നു. ഇവിടെ ഒരു റെസ്റ്റോറന്റിൽ വൈകിട്ട് ഒത്തുകൂടാമെന്നാണ് മലയാളി സുഹൃത്തുക്കൾ പറഞ്ഞിരിക്കുന്നത്. അവിടേക്ക് പോകുമ്പോൾ ഏറെ സജീവമായ തെരുവാണ് കാഴ്ച. വാഹനങ്ങളും ആളുകളും ഇടകലർന്നു നീങ്ങുന്നു. മലയാളി സുഹൃത്തുക്കൾ എന്നെ റെസ്റ്റോറന്റിൽ കാത്തിരിക്കുകയാണ്. ഇതാണ് ആ റെസ്റ്റോറന്റ്. ഒരു ബാറാണ് പ്രധാനം. ധാരാളം ആളുകളുണ്ട്, മലയാളികളും തദ്ദേശീയരുമെല്ലാം.
അതിന്റെ ഒരു ഭാഗത്ത് ബാർ ഉണ്ടെന്നേയുള്ളൂ. ഒരു മേശയിൽ ഞങ്ങൾക്കുള്ള വിഭവങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. മലയാളി സുഹൃത്തുക്കളെല്ലാം എത്തിക്കഴിഞ്ഞു. എല്ലാവരുമുണ്ട്. ഇന്ന് എത്യോപ്യൻ വിഭവങ്ങളുടെ ഡിന്നർ ആകാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. എത്യോപ്യൻ വിഭവങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്. ഇഞ്ചറ, ഡോറോവാത്ത്, ടിപ്സ് തുടങ്ങിയ വിഭവങ്ങൾ. ഇഞ്ചറ എന്നത് തെഫ് ധാന്യം കൊണ്ടുണ്ടാക്കുന്ന വലിയ ദോശയാണ്. ഡോറോവാത്ത് പ്രത്യേകതരം കോഴിക്കറിയും. ബീഫ് ഒരു പ്രത്യേക രീതിയിൽ കറിവെച്ചതാണ് ടിപ്സ്. അത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന പാത്രത്തിന് പ്രത്യേകതയുണ്ട്. ടിപ്സ് എപ്പോഴും ചൂടോടെയിരിക്കണം. പാത്രത്തിന്റെ അടിയിൽ കനലെരിഞ്ഞുകൊണ്ടിരിക്കുന്നു. എത്യോപ്യൻ വിഭവങ്ങൾ ആസ്വദിച്ചു തുടങ്ങി. ടിപ്സ് പാത്രത്തിനടിയിലെ കനൽ ഇടയ്ക്കിടെ ഊതി എരിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് വളരെ ഇഷ്ടമാണ് എത്യോപ്യൻ വിഭവങ്ങൾ. മലയാളികളുടെ ഒരു കൂട്ടായ്മയാണിത്. ആഫ്രിക്കയിലെ ഒരു ദരിദ്ര രാജ്യം. അവിടേക്കെല്ലാം മലയാളി പുതിയ സാധ്യതകൾ തേടി പോകുമെന്ന് സങ്കല്പിക്കാൻ പോലും ആയിരുന്നില്ല. എന്നാൽ ഇവിടെയും വിജയഗാഥ രചിക്കുകയാണ് മലയാളികൾ. ജീവനക്കാരികൾ ഞങ്ങളെല്ലാം ഒരുമിച്ചിരിക്കുന്ന ചിത്രമെടുത്തു. തെരുവോരങ്ങളിൽ ഈ ലൈറ്റ് അടിക്കുന്നത് നൈറ്റ് ക്ലബ്ബുകളാണ്. ധാരാളം നൈറ്റ് ക്ലബ്ബുകളുണ്ട് ഇവിടെ. പകൽ നേരത്ത് ആ കെട്ടിടങ്ങൾ നൈറ്റ് ക്ലബ്ബുകളുടേതാണെന്ന് അറിഞ്ഞിരുന്നു പോലുമില്ല. കപ്പലിൽ ജോലി ചെയ്യുന്നവരും വിദേശ മിലിറ്ററി ബേസുകളിലുള്ളവരുമൊക്കെയാണ് ഇത്തരം നൈറ്റ് ക്ലബ്ബുകളിൽ എത്തുന്നത്. രാത്രി വൈകി ഞാൻ ക്യാപിറ്റൽ ഹോട്ടലിലേക്ക് കയറി ചെന്നു. സെക്യൂരിറ്റിയെ പരിസരത്തൊന്നും കാണുന്നില്ല. ലിഫ്റ്റിലേക്കു കയറി. നല്ല മുറി. AC ഓൺ ചെയ്തിട്ട് മുറി തണുപ്പിച്ചു നിർത്തിയിരിക്കുന്നു. ഇത് ജിബൂട്ടിയിൽ തന്നെയാണോ എന്ന് സംശയിച്ചു പോകുന്നത്ര ഗംഭീരമാണ് സൗകര്യങ്ങൾ. ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കി. പകൽ മുഴുവൻ ഞാൻ നടന്നു കണ്ട ദരിദ്ര നഗരമല്ല ഈ കാഴ്ചയിലുള്ളത്. കൊളോണിയൽ കാലഘട്ടത്തിലെ ആഢ്യത്വം നിലനിൽക്കുന്നുണ്ടെന്ന് തോന്നുന്ന മനോഹര നഗരം. വൃത്തിയാക്കിയിട്ടാൽ ഏതൊരു യൂറോപ്യൻ ചരിത്ര നഗരത്തോടും കിടപിടിക്കും ജിബൂട്ടി സിറ്റി. ആസൂത്രിതമായ തെരുവുകൾ. ലോകനിലവാരമുള്ള ഒരു ഹെറിറ്റേജ് സിറ്റിയുടെ രൂപഭാവങ്ങളെല്ലാം ഈ നഗരത്തിനുണ്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവും. ആ നഗരക്കാഴ്ചയിലാണ് ഉറക്കത്തിലേക്ക് പോയത്. പിറ്റേന്ന് രാവിലെ അതേ കാഴ്ചയിലേക്ക് ഉണർന്നെണീറ്റു. താഴെ പ്രൗഢമന്ദിരങ്ങൾ. അതിനിടയിലെ തെരുവുകളെല്ലാം ഉണർന്നു തുടങ്ങിയിരിക്കുന്നു. ഇന്ന് വർക്കിംഗ് ഡേ ആണ്. എല്ലാവരും തൊഴിലിടങ്ങളിലേക്ക് പോകാനുള്ള തിടുക്കത്തിലായിരിക്കും. തെരുവുകളിൽ വാഹനങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആളുകൾ അങ്ങുമിങ്ങും നടക്കുന്നു. ഇന്ന് ഞാൻ ഈ നഗരം വിട്ട് ദീർഘമായ ഒരു യാത്ര പുറപ്പെടുന്ന ദിവസമാണ്. തെരുവിലെ കടകൾ വളരെ നേരത്തെ തന്നെ തുറന്നു തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ പട്ടണത്തിലൂടെ നടന്നപ്പോൾ കണ്ട അൽ ഹമൗദി മോസ്കിന്റെ മിനാരമാണ് ആ ഉയർന്നു നിൽക്കുന്നത്. ഇങ്ങനെ കാഴ്ച കണ്ട് നിൽക്കാൻ നേരമില്ല. പെട്ടെന്ന് തന്നെ റെഡിയായി ഞാൻ റിസപ്ഷനിലേക്കെത്തി. റിസപ്ഷനിലെ ജിബൂഷ്യൻ സുന്ദരി ഇബ പെട്ടെന്ന് ബില്ലെല്ലാം ശരിയാക്കി തന്നു. മറ്റൊരു ജിബൂട്ടിക്കാരി കൂടിയുണ്ട് കൗണ്ടറിൽ. ഹോട്ടലിൽ നിന്നും ചെക്കൗട്ട് ചെയ്തു. തെരുവിലേക്കിറങ്ങുമ്പോൾ സുരേഷ് കാറുമായി എത്തിയിട്ടുണ്ട്. ഇന്നലെ പരിചയപ്പെട്ട പോലീസുകാരൻ ഇദ്രിസും വന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരു ദീർഘയാത്ര പുറപ്പെടുകയാണ്. പിൻസീറ്റിൽ ഇദ്രിസും അദ്ദേഹത്തിന്റെ കൂട്ടുകാരനും കയറി. അവർക്ക് ഇടയ്ക്കിടെ ചവയ്ക്കാനുള്ള ലഹരിയിലയായ ഘാട്ട് കെട്ടുകണക്കിന് വാങ്ങിവെച്ചിട്ടുണ്ട്. ആ ഇലയങ്ങനെ എപ്പോഴും ചവച്ചുകൊണ്ടിരിക്കും ഇന്നാട്ടുകാർ. എത്യോപ്യയിൽ നിന്നുമാണ് ഘാട്ട് ഇല വൻതോതിൽ ജിബൂട്ടിയിലെത്തുന്നത്. മമാക്കി എന്നാണ് ഇദ്രിസിന്റെ സുഹൃത്തിന്റെ പേര്. ഇന്നത്തെ ഗൈഡ്. മരുഭൂപ്രദേശത്തുകൂടിയുള്ള ദീർഘമായൊരു യാത്രയാണ് ഇന്നത്തേത്. സുരേഷാണ് ഡ്രൈവിംഗ് സീറ്റിൽ. ഹൈവേകളൊക്കെ പരിചിതമാണെങ്കിലും ഉൾനാടുകളിലേക്കുള്ള പാതകൾ സുരേഷിന് വലിയ നിശ്ചയമില്ല. നഗരം പിന്നിട്ട് കുറേ ദൂരം ഹൈവേകളിലൂടെ യാത്ര ചെയ്ത ശേഷം ഹൈവേയിൽ നിന്നും തിരിഞ്ഞ്
ആഫ്രിക്കൻ വിജനതയിലൂടെ പോകണം. ലേക്ക് അബ്ബെ എന്ന സ്ഥലം വരെ എത്തണം. ഇന്നു രാത്രി ഇവിടേക്ക് തിരിച്ചു വരുന്നില്ല. ആ മരുഭൂമിയിൽ എവിടെയോ ആയിരിക്കും രാത്രി താമസം. നാളെയും അവിടുത്തെ കാഴ്ചകളിലൂടെ പോകണം. ദീർഘമായൊരു യാത്രയാണ്. അതുകൊണ്ടാണ് ഇദ്രീസ് എന്ന പോലീസുകാരനെ കൂടെ കൂട്ടിയിരിക്കുന്നത്. പിന്നെ ആ പ്രദേശങ്ങളെല്ലാം നല്ല പരിചയമുള്ള മമാക്കിയെയും. അഫാർ ഗോത്രക്കാരാണ് അവർ രണ്ടുപേരും. അഫാറികളുടെ ഒരു പ്രദേശത്തേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഭക്ഷ്യവസ്തുക്കൾ, വെള്ളം എന്നിവയെല്ലാം വേണം. വെള്ളം ഞങ്ങൾക്ക് കുടിക്കാൻ മാത്രമല്ല. ഉൾനാടുകളിൽ ചെല്ലുമ്പോൾ ആരെങ്കിലും പ്രശ്നമുണ്ടാക്കി വന്നാൽ ഒരു കുപ്പി വെള്ളമെടുത്ത് അയാൾക്ക് കൊടുത്താൽ മതി. അവിടെ വെള്ളമാണ് ഏറ്റവും അസുലഭ വസ്തു. ധാരാളം വെള്ളം വാങ്ങി കരുതണമെന്ന് മലയാളി സുഹൃത്തുക്കൾ നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു. വഴിയെ വാങ്ങാമെന്ന തീരുമാനത്തിൽ ഞങ്ങൾ യാത്ര തുടർന്നു.